നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വളരെ വിഷമിച്ച് പറയാറുള്ള ഒരു കാര്യമുണ്ട്. തിരുമേനി, അയലത്തുകാരുടെ പ്രാക്കും വിളിയും കാരണം ഒരു രീതിയിലും ജീവിക്കാൻ വയ്യ. നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനോ എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിക്കാനോ ഒന്നും പോകാറില്ല, ഒരു ദ്രോഹവും ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്നും കണ്ണേറും പ്രാക്കും എരിച്ചിലും തന്നെ. ഈ എരിച്ചിലും പ്രാക്കും കാരണം ജീവിതത്തിൽ അങ്ങ് അനർത്ഥങ്ങളും ദുരിതങ്ങളുമാണ്. ഈ കണ്ണേറും പ്രാക്കും ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം, എന്തെങ്കിലും ഒരു രക്ഷ ചെയ്തു തരണം. ഇത് ഒരുപാട് പേര് വളരെ വിഷമിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പറയുന്നവർക്ക് ഞാൻ സാധാരണയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന 7 കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന 7 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം കേട്ടോ. ഇത്തരത്തിലുള്ള പ്രാക്ക്, വിളിച്ചപേക്ഷ, എരിച്ചില്, അസൂയ മൂലം ഉണ്ടാകുന്ന എല്ലാത്തരം നെഗറ്റിവിറ്റികൾ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകുന്നതാണ്. അത്തരം എന്തെങ്കിലും ദുശ്ചിന്തകൾ, അത്തരത്തിൽ എന്തെങ്കിലും എരിച്ചിലോ പ്രാക്കോ അഥവാ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ അത് ഏൽക്കാതെ തിരിച്ചങ്ങ് പോവും, തിരിച്ചടിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് മറ്റാരെയും ദ്രോഹിക്കുകയോ എടുക്കുകയോ ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ സ്വയരക്ഷയ്ക്ക്, നമ്മൾ ആരുടെ കാര്യത്തിലും ദ്രോഹിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പം നമ്മളെ ദ്രോഹിക്കാൻ വരുന്ന ഇത്തരത്തിലുള്ള ദുശക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ദുഷ്ടശക്തികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടി വീട്ടിൽ ചെയ്യേണ്ട 7 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം. 7 എണ്ണവും കേട്ടു നോക്കൂ. എല്ലാവർക്കും എല്ലാം സൗകര്യപ്രദമാവണമെന്നില്ല. ഈ 7 എണ്ണത്തിൽ പറ്റുന്ന 2 കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ. അത് നിങ്ങളുടെ വീടിനൊരു കവചമായി നിൽക്കും. ഇത്തരത്തിലുള്ള എരിച്ചിലും പ്രാക്കും ഇനി എത്ര വലിയവനാണ് എന്ന് പറഞ്ഞാലും, ഇനി എത്ര വലിയ ശക്തിയാണെന്ന് പറഞ്ഞാലും, ആ എരിച്ചിലും പ്രാക്കും തിരിച്ചടിക്കും. ദോഷം നിങ്ങളുടെ വീട് വിട്ടൊഴിയുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന 2 ചെടികൾ നിർബന്ധമായിട്ടും നട്ടു വളർത്തണം കേട്ടോ. ഈ എരിച്ചില്, കണ്ണേറ്, വിളിച്ചപേക്ഷ, പ്രാക്ക്, ചെയ്ത്തുദോഷം, കണ്ണേറ് എല്ലാത്തിനും ഒറ്റമൂലി പരിഹാരമായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് എന്നോണം നമ്മളുടെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന 2 ചെടികളാണ്. നമ്മളുടെ ഹൈന്ദവ പാരമ്പര്യപ്രകാരം ഈ ചെടികൾ വീട്ടിൽ നട്ടു വളർത്തുന്നത് വീടിന് ഒരു കവചമായി നിലകൊള്ളും. വീട്ടിലേക്ക് വരുന്ന ഒരുമാതിരിപ്പെട്ട ദോഷങ്ങൾ, നെഗറ്റിവിറ്റികളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ 2 ചെടികളും അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഒന്നാമത്തത്, വീടിൻ്റെ കന്നിമൂലയ്ക്ക് ഒരു കള്ളിപ്പാല വളർത്തണം എന്നുള്ളതാണ്. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടുകാരോടും പറയുന്ന ഒരു കാര്യം. ഇനി ദോഷങ്ങളില്ലെങ്കിലും അയലില്ലെങ്കിൽ പോലും ഒരു വീട്ടിൽ ഒരു കള്ളിപ്പാല കന്നിമൂലയ്ക്ക് നട്ടു വളർത്തണം. ഒരുപാട് വലുതാവാനൊന്നും അനുവദിക്കേണ്ട, വെട്ടി നിർത്തിയിരുന്നാൽ മതി. ചെറുത് മതി, ഒരു കുറ്റിയായാലും മതി. ആ വീടിൻ്റെ കന്നിമൂല ഭാഗം, തെക്കും പടിഞ്ഞാറും ചേരുന്ന മൂലയ്ക്ക് ഒരു കള്ളിപ്പാല നട്ടു വളർത്തണം. അതുപോലെ വീട്ടിൻ്റെ എല്ലാ വശങ്ങളിലും പറ്റിയാൽ വളർത്തുക. അല്ലെങ്കിൽ എവിടാണോ, ഏത് അയൽ കൊണ്ടാണോ ദോഷമുള്ള ആ വശത്താണെന്നുണ്ടെങ്കിലും നല്ല ഒരു മൂട് കരിമഞ്ഞൾ വളർത്തുക. സാധാരണ മഞ്ഞളല്ല, കരിമഞ്ഞൾ എന്ന് പറയും. ഈ മുറിച്ച നമുക്കൊരുമാതിരി കറുത്ത കളർ അല്ലെങ്കിൽ കരിനീല കളറിലൊക്കെ കിട്ടും. ഇതാണ് കരിമഞ്ഞൾ എന്ന് പറയുന്നത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഔഷധം കൂടിയാണിത്. ഇപ്പോൾ വീട്ടിലൊരു ഔഷധ സസ്യവും കൂടെ വളരും. അതേസമയം ഇത് ഏത് അയലാണോ ദോഷമുള്ള ആ അയൽ കണക്കാക്കി നിങ്ങളുടെ പറമ്പിൽ നട്ടു വളർത്തുകയും ചെയ്യുക. ഒരു പരിധിവരെ കണ്ണേറ്, പ്രാക്ക്, എരിച്ചിൽ തടയാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം കരിമഞ്ഞൾ വീടിനെ ചുറ്റി വളർത്തുക. ചുറ്റി വളർത്താൻ പറ്റില്ല, ഏത് അതിര് അല്ലെങ്കിൽ ഏത് അയലിനാണോ ദോഷമുള്ളത്, ഏത് ദിക്കിലുള്ള അയലിനാണോ ദോഷമുള്ളത് ആ ദിക്കിൽ വളർത്തിയാലും മതി. വീടിൻ്റെ വടക്കുവശമൊക്കെ വളർത്താൻ ഏറ്റവും നല്ലതാണ്. കരിമഞ്ഞളാണ് രണ്ടാമത്തെ. അപ്പം കരിമഞ്ഞളും കള്ളിപ്പാലയും ഒരു വീടായാൽ നിൽക്കണം. ഇത്തരം ദോഷങ്ങൾ പമ്പ കടക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഒരു കാര്യം വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് കെട്ടി തൂക്കിയിടണേ. തൂക്കിയിടുക എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഏതെങ്കിലും കോണുകളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും തെക്ക് കിഴക്കേ കോണും വടക്ക് കിഴക്കേ കോണും, ഈ 2 മൂലകളിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക്, ഒന്നുകിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക്
അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയ്ക്ക്, ആ മൂലഭാഗത്ത് ഒരു ഹുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ വെച്ച് അവിടെ തൂക്കിയിടണം. ഞാൻ ഈ പറയുന്ന കണക്ക് തൂക്കിയിടേണ്ട മറ്റൊന്നുമല്ല, മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ, ഉണക്ക മഞ്ഞൾ, ഉണങ്ങിയ മഞ്ഞളിൻ്റെ കഷ്ണം, ആ ഉണങ്ങിയ മഞ്ഞളിൻ്റെ കഷ്ണവും ഒരു 3 വറ്റൽ മുളകും പറമ്പിൽ നിന്ന്, നിങ്ങളുടെ പറമ്പിൽ നിന്ന് എടുക്കുന്ന ഏതെങ്കിലും ഒരു കല്ലിൻ്റെ കഷ്ണവും, ഒരു കല്ലുണ്ടല്ലോ, സാധാരണ കല്ല് നമ്മളുടെ മണ്ണിലൊക്കെ കിടക്കുന്ന ഒരു കല്ല്, ഇത് 3ഉം കൂടെ, അത് ഈ ഓടിൻ്റെ കഷ്ണം അങ്ങനല്ല, നമ്മളുടെ ഭൂമിയിൽ സാധാരണയായിട്ട് കാണുന്ന വെള്ളാരം കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കല്ല്, മണ്ണിൽ കിടക്കുന്ന പാറ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും ഉള്ള അത്തരത്തിലൊരു പാറയുടെ കഷ്ണമോ ഒരു കല്ലിൻ്റെ കഷ്ണമോ എടുത്ത് കഴുകി ഒന്ന് വൃത്തിയാക്കി അതിലേക്ക് ഒരു നല്ല ഉണക്ക മഞ്ഞളും 3 വറ്റൽ മുളകും, ഉണങ്ങിയ വറ്റൽ മുളകുണ്ടല്ലോ, ചുവന്ന മുളക്, അത് 3എണ്ണവും ഒരു നൂല് കൊണ്ട് നല്ല ചേർത്ത് ടൈറ്റായിട്ട് കെട്ടുക. കെട്ടിയിട്ട് ഇത് 3ഉം കൂടെ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കിഴി പോലെ കെട്ടിയോ നിങ്ങളുടെ വീടിൻ്റെ ഒന്നുകിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയ്ക്ക് സ്ഥാപിക്കുക. ഒരുമാതിരിപ്പെട്ട ഒരു ദോഷങ്ങളും വീടിനേൽക്കില്ല എന്നുള്ളതാണ്. പ്രാക്കോ വെളിച്ചപേക്ഷയോ കണ്ണേറോ ചിലപ്പം ഒന്നും മനസ്സുകൊണ്ട് വിചാരിക്കണമെന്നില്ല. ചിലപ്പോൾ അവരുടെ ആ ഒരു ചിന്ത കൊണ്ട് അയ്യോ അവർക്ക് ആ ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ളൊരു എരിച്ചിൽ മനസ്സിൽ വന്നാലും മതി ആ ദോഷം ഏൽക്കാൻ. നമ്മുടെ അയലത്തുകാരെല്ലാവരും നമുക്ക് ദ്രോഹം ചെയ്യുന്നവരാണെന്ന് കരുതേണ്ട കാര്യമില്ല. ചിലരൊന്നും ഒരു ദ്രോഹത്തിനും വരത്തില്ല, സമാധാനമായിട്ട് ജീവിക്കും. പക്ഷേ നമ്മളുടെ ജീവിതത്തിലെ ചില സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ജീവിതത്തിൽ കിട്ടാത്ത നമുക്കെന്നാൽ കിട്ടിയിട്ടുള്ള ചില ജീവിത ഭാഗ്യങ്ങൾ നമ്മളുടെ കഷ്ടപ്പാടും അധ്വാനവും കൊണ്ട് നമുക്ക് കിട്ടിയതായിരിക്കും. പക്ഷേ അതൊക്കെ കാണുമ്പം ഒരു എരിച്ചിൽ, പ്രാക്ക്, മനസ്സിന് ഒരു വല്ലായ്മ, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ എരിച്ചിലും പ്രാക്കും എവിടെ വന്ന് തട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിന് തട്ടും, അല്ലെങ്കിൽ വീട്ടിലുള്ള വ്യക്തികൾക്ക് അത് ദുരിതമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം ദോഷങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ കിഴി തൂക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് നല്ലൊരു കല്ല് വീട്ടുപറമ്പിൽ നിന്ന് എവിടുന്നെങ്കിലും എടുത്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു മഞ്ഞൾ കഷ്ണം, 3 വറ്റൽ മുളക് ചേർത്ത് ആ കല്ലിനോട് ചേർത്ത് വെച്ച് നല്ല നൂല് കൊണ്ട് നല്ല വരിഞ്ഞ് മുറുക്കി കെട്ടി അതൊരു തുണിക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കിഴി പോലെയോ കെട്ടി വീടിൻ്റെ തെക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയ്ക്ക് സ്ഥാപിക്കുക. ഒരു പരിധിവരെ ദോഷങ്ങളെല്ലാം തീർത്ത് കിട്ടാനായിട്ട് ഇത് ഏറ്റവും ഗംഭീരമാണ് എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ വാഹനമുണ്ട് അല്ലെങ്കിൽ വാഹനം കൈകാര്യം ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ നരസിംഹമൂർത്തി ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രം, ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കാൻ ഉപാസിക്കാൻ ഏറ്റവും നല്ല മൂർത്തിയാണ് ഭദ്രകാളി അമ്മ എന്ന് പറയുന്നത്. ഒന്നുകിൽ ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രം അല്ലെങ്കിൽ നരസിംഹമൂർത്തി ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരു നല്ല ചുവന്ന പട്ട് കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കണം. ചുവന്ന പട്ട് കടയിൽ നിന്ന് വാങ്ങി അല്ലെ പൂജാ സ്റ്റാളിൽ നിന്ന് വാങ്ങി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കണം. പൂജിച്ച് വാങ്ങി നിർബന്ധമായിട്ടും വീട്ടിൽ വാഹനമുണ്ട്, വാഹനം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാഹനത്തിൽ കെട്ടുക, കെട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഡാഷിലോ അല്ലെങ്കിൽ വയ്ക്കാൻ പറ്റുന്ന ബോക്സിലോ അത്തരം ഇടങ്ങളിൽ അത് സ്ഥിരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചത് വെച്ചേക്കുക. കാരണം ഈ ദോഷങ്ങൾ, ഈ കണ്ണേറ്, പ്രാക്ക്, എരിച്ചിൽ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ വീടിന് മാത്രമല്ല, നമ്മളുടെ വീട്ടിലുള്ള വാഹനങ്ങൾക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത്തരം നെഗറ്റീവ് ഒരു ഊർജ്ജമൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അത് വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ദോഷമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ചുവന്ന പട്ട് ഞാൻ ഈ പറഞ്ഞ ഒന്നീ നരസിംഹമൂർത്തി ക്ഷേത്രമാവണം അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം, ഏറ്റവും കേമമാണ് ഭദ്രകാളി ക്ഷേത്രം, കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് രക്ഷയ്ക്കായിട്ടെന്ന് പറഞ്ഞാൽ മതി. അവിടുത്തെ തിരുമേനി എടുത്ത് ദക്ഷിണയും കൊടുത്ത് ഒരു പട്ട് പൂജിച്ച് വാങ്ങിക്കണം. രക്ഷയ്ക്കായിട്ട് വാഹനത്തിൽ ചാർത്താനാന്ന് പറഞ്ഞാൽ മതി, പൂജിച്ച് തരും, കൃത്യമായിട്ട് പൂജിച്ച് തരും. അത് കൊണ്ടുവന്ന് വാഹനത്തിനകത്ത് ഡാഷിനുള്ളിൽ വെക്കുകയോ അല്ല അതിനകത്ത് പെട്ടിയിൽ വെക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. കെട്ടാൻ പറ്റുന്നവർ അത്തരത്തിൽ കെട്ടിയാലും മതി എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഈ പ്രാക്കും വിളിയാണ് ഒരു പരിധിവരെ അത്തരം വാഹനങ്ങൾക്ക് ദോഷം വരുന്നതിന് കാരണമാകുന്നത് എന്നുള്ളത്. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൃഷ്ടിരൂപം എന്ന് പറയും. ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് ദൃഷ്ടിരൂപം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൊടുത്ത് പൂജിക്കാൻ പറ്റും. മുനീശ്വര ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ഭൈരവമൂർത്തി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ, ഈ 4 ക്ഷേത്രങ്ങളിൽ എവിടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല.
ഭദ്രകാളി ക്ഷേത്രം, മുനീശ്വര ക്ഷേത്രം, ഭൈരവ ക്ഷേത്രം, ശിവക്ഷേത്രം എന്നിങ്ങനെയുള്ള അമ്പലങ്ങളിൽ ഈ ഒരു രൂപം കൊടുത്ത് നിങ്ങൾക്ക് പൂജിക്കാൻ പറ്റും. വീടിന് രക്ഷയായിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ദൃഷ്ടി രൂപം കൊണ്ടുവന്ന് വീടിൻ്റെ മുൻവശം ഏതെങ്കിലും, വീടിൻ്റെ വാതിലൊഴിച്ച് ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് തൂക്കുക. അത് മൂലയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാന്നിരിക്കട്ടെ, കിഴക്കോട്ട് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഫ്രണ്ടിൽ 2 മൂലകളായിരിക്കും വാതിലൊഴിച്ച് വരുന്നത്. ഒന്നുകിൽ വടക്ക് കിഴക്കേ മൂല വരും, അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല വരും. 2 മൂലയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ സ്ഥാപിക്കുക. വീട് വടക്കോട്ടാ ദർശനമെങ്കിലോ വടക്ക് പടിഞ്ഞാറേ മൂലയും വരും, വടക്ക് കിഴക്കേ മൂലയും വരും. 2 മൂലകളിൽ ഏതെങ്കിലും ഒരു മൂലയിൽ സ്ഥാപിക്കുക. അതുപോലെ തന്നെ ഓരോ ദിശയിലേക്കും, വീട് ഏത് ദിശയിലേക്ക് നിൽക്കുന്നോ ആ വീടിൻ്റെ വാതിൽ ഒഴിച്ച് വരുന്ന 2 സൈഡിലുള്ള ഏതെങ്കിലും ഒരു മൂലയിൽ ഈ പറയുന്ന രൂപം, ദൃഷ്ടി രൂപം സ്ഥാപിക്കുക. ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യം കേട്ടോ. പലരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇത് വീടിൻ്റെ ഒരു കണ്ണേർ മാറാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനല്ല, വീടിൻ്റെ കണ്ണേർ മാത്രമല്ല, ആ വീട്ടിലേക്ക് നമുക്ക് വരുന്ന ഏത് രീതിയിലുള്ള കണ്ണേർ, പ്രാക്ക്, എരിച്ചിൽ, ദൃഷ്ടിദോഷം, എന്തെങ്കിലും തരത്തിലുള്ള നാവേറ് ദോഷം, ഇതൊക്കെ പമ്പ കടക്കാനായിട്ട്, ഇതൊക്കെ വീടിനെ ഏൽക്കാതെ രക്ഷപ്പെടാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ്. നിർബന്ധമായിട്ടും എല്ലാവരും ഇത് ചെയ്യണം. ഇത് ഏറ്റവും ഗംഭീരമായിട്ട് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അടുത്തത് പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യണം കേട്ടോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ശനിയാഴ്ച രാത്രിയും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു താലത്തിൽ, താലം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു ചെറിയ പൂജാപാത്രമോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് പോലത്തെ ഒരു പാത്രമോ എടുത്തിട്ട് അതിനുള്ളിൽ ഒരു കർപ്പൂരവും ഒരു ഗ്രാമ്പൂവും വെക്കുക. എന്തൊക്കെയാണ്? ഒരു കർപ്പൂരം, ഒരു ഗ്രാമ്പു വെച്ചിട്ട് അതിന് അഗ്നി പകർന്ന്, വീടിന് പുറത്ത് വന്ന് അതിന് അഗ്നി പകർന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ പ്രധാന വാതിലിന് നേരെയോ അല്ലെ വീടിന് മൊത്തത്തിലോ 3 പ്രാവശ്യം ഒഴിയണം. ഓം സർവദുഷ്ട ഭയങ്കരി മഹാദേവിയെ നമ. എങ്ങനെയാണ്? ഓം സർവദുഷ്ട ഭയങ്കരി മഹാദേവിയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് 3 തവണ വീടിനൊഴിയണം. ഇത് ശനിയാഴ്ച രാത്രി തോറും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ ദിവസവും ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ദിവസമൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാ ശനിയാഴ്ച തോറും, ഞായറാഴ്ച അവധി ദിവസമാണ്, എല്ലാ ശനിയാഴ്ച തോറും രാത്രിയിൽ ഇത് ചെയ്യുന്നത് ഗംഭീരമാണ്. ശനിയാണ് ഇത് ചെയ്യാനായിട്ട്, ഈ കർമ്മം ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഒരു പൂജാതാലം എടുക്കുക, ഒരു കഷ്ണം കർപ്പൂരം വയ്ക്കുക, ഒരു കഷ്ണം ഗ്രാമ്പൂ വയ്ക്കുക, അതിന് ആ ഗ്രാമ്പൂവും കർപ്പൂരവും കൂടി ഇരിക്കുന്നതിന് അഗ്നി പകരുക. ആ അഗ്നി ഉപയോഗിച്ചുകൊണ്ട്, അതൊരു താലത്തിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്, ആ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് 3 തവണ ആ വീടിനെ ഒന്ന് ഒഴിയുക. ഓം സർവദുഷ്ട ഭയങ്കരി മഹാദേവിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുക. ഒരു ദോഷവും ഏൽക്കത്തില്ല കേട്ടോ. അഥവാ വീട്ടിന് എന്തെങ്കിലും പ്രാക്കോ വിളിയോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ കുടുംബത്തിനോ ആർക്കെങ്കിലും എരിച്ചിൽ വിളിച്ചപേക്ഷയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് തിരിഞ്ഞടിച്ചോളും. എവിടുന്ന് വന്നോ അങ്ങോട്ട് തന്നെ ആ ദോഷം തിരിഞ്ഞു പായുകയും ചെയ്യുന്നതുമായിരിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഫലം തരുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീടിൻ്റെ അയൽപക്കത്ത് ഈ ആയില്യദോഷം പോലെയുള്ള കാര്യങ്ങൾ. എന്താണ് ആയില്യദോഷം എന്ന് പറയുന്നത്? ആയില്യം നക്ഷത്രം വന്നത് മൂലം, ആയില്യം നാളുകാർ ചിലപ്പം മറ്റു നാളുകാരെ പോലല്ല, ആയില്യം നാളുകാർ ചില കാര്യങ്ങൾ നാവെടുത്ത് വളച്ചാൽ, ചില കാര്യങ്ങൾ ആയില്യംകാർ പറഞ്ഞാൽ, ചില കാര്യങ്ങൾ കണ്ണ് വെച്ചോണ്ട് അവർ മനസ്സിലൊന്നും വിചാരിക്കണമെന്നില്ല. ഭാഗ്യം, അവൻ്റെ ഒരു ഭാഗ്യം നോക്കണേ, അല്ലെ ഭയങ്കരം തന്നെ എന്നൊക്കെയുള്ള രീതിയിൽ മനസ്സുകൊണ്ട് ചിലപ്പം അത് കണ്ടിട്ട് പറഞ്ഞു പോയാൽ ചിലപ്പോൾ അത് ദോഷമായിട്ട് വന്ന് ഭവിക്കാനുള്ള, അതൊരു നാവേറ് ദോഷമായിട്ട് എരിച്ചിലായിട്ടൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ആയില്യം മാത്രമല്ല, മറ്റു ചില നാളുകൾക്കും ഒക്കെ ഉണ്ട്. ഭരണി നക്ഷത്രം, അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രം, അങ്ങനെ ചില നക്ഷത്രങ്ങൾക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നടക്കുന്ന കുറേ നാളുകളുണ്ട്. ഒരു 5 നാളോളം ഉണ്ട്. അപ്പോൾ ഞാനൊരു മറ്റൊരു അധ്യായത്തിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അത്തരം നക്ഷത്രക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ നീലക്കരിമ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള മുള, ഇത് രണ്ടും വളർത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. ഒന്നുകിൽ നീലക്കരിമ്പ് വളർത്താം, അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള മുള വളർത്താം. ഇതും ഞാൻ പറഞ്ഞ പോലെയാണ്, ഒരുപാട് വലുതാവുകയോ കാടാവാനോ നിൽക്കേണ്ട, കുറ്റിയായിട്ട് വളർത്തിയാൽ മതി. ഇതിൻ്റെയൊക്കെ ഇപ്പം നമുക്ക് ബ്രീഡ് ചെയ്ത് വളരെ കുറ്റിയായിട്ട് വളർത്താൻ പറ്റുന്ന തരം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നീലക്കരിമ്പിൻ്റെ ആയാലും ഒരുപാട് വലുതാകാത്ത തരം, അഥവാ വലുതായാലും നിങ്ങൾ വെട്ടി നിർത്തൂ,
അത്തരത്തിൽ നിർത്താൻ പറ്റുന്ന നീലക്കരിമ്പിൻ്റെ കിട്ടും, അതുപോലെ മഞ്ഞമുള കിട്ടും. ഇത് കൊണ്ടുവന്ന് വീടിൻ്റെ അതിരിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പുരയിടത്തിലേക്ക് കയറാതെ നമ്മളുടെ വീട്ടിൻ്റെ ആ ഒരു അതിര് ഭാഗത്തായിട്ട് എവിടെങ്കിലും വളർത്തുന്നതും ഏറ്റവും കെങ്കേമമാണ്. പ്രത്യേകിച്ചും വീടിൻ്റെ തെക്ക് വശത്ത് അതിര് ഭാഗത്ത് വളർത്തുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, തെക്ക് മധ്യം, തെക്ക് ഭാഗത്ത് ഇത് വളർത്തുന്നത് ഗംഭീരമാണ്. അപ്പോൾ ഇത്തരം നക്ഷത്ര ദോഷങ്ങളൊക്കെ ഭയക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നക്ഷത്ര ദോഷങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ മാസത്തിലൊരിക്കലെങ്കിലും, വീട്ടിൽ മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട്, നിങ്ങൾക്കും ചെയ്യാം മക്കൾക്കും ചെയ്യാം. മക്കളെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇളമുറക്കാർക്ക് ഇങ്ങനെയുള്ള കണ്ണേറും പ്രാക്കും എരിച്ചിലും ഒക്കെ പെട്ടെന്ന് കാര്യം അവരാണ് ഭാവി എന്ന് പറയുന്നത്, നാളെയുടെ ആളുകൾ അവരാണ്. അപ്പം ഈ വിളിച്ചപേക്ഷയും എരിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം വന്ന് ഏൽക്കുന്നത് ഈ പറയുന്ന വിഭാഗത്തെയാണ്, മക്കളെയാണ്. അപ്പം കൊച്ചുമക്കളൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, മാസത്തിലൊരിക്കൽ അവരെ ഞാൻ ഈ പറയുന്ന കണക്കൊന്ന് ഒഴിഞ്ഞിടണം കേട്ടോ. ഉപ്പ്, വറ്റൽമുളക്, കടുക്, ഇത് മൂന്ന് മാത്രം മതി. ഉപ്പ്, വറ്റൽമുളക്, കടുക് മൂന്നും കയ്യിലെടുത്ത് മുറുക്കി പിടിച്ച് അവരെ കിഴക്കോട്ട് തിരിച്ചു നിർത്തി അവരുടെ മുഖം മുതൽ പാദം വരെ ഒന്ന് ഒഴിയണം 3 തവണ. ഓം രക്തായേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചി മുതൽ പാദം വരെ എന്നുള്ളതാ കണക്ക്. ഉച്ചി മുതൽ പാദം വരെ, അതായത് മുകളിൽ നിന്ന് താഴോട്ട് വന്ന് പാദത്തിൽ തൊട്ട് വീണ്ടും നേരെ ഉച്ചിയിലേക്ക് വരുന്ന രീതിയിൽ 3 തവണ ഒഴിയണം. ഓം രക്തായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട്. ഏറ്റവും ഗംഭീരമാട്ടോ. മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. ആഴ്ചയിൽ ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്തോ കുഴപ്പമില്ല. പക്ഷേ മാസത്തിലൊരിക്കൽ മക്കളെ ഒന്ന് വിളിച്ച് നിർത്തി, മക്കളെ ഈ മാസം ഒഴിഞ്ഞില്ലല്ലോ, ഈ മാസം ഒന്ന് ഒഴിഞ്ഞേക്കാം എന്ന് പറഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞു നിർത്തി ഒന്നൊഴിയുക. അവരുടെ ജീവിതത്തിലും മന്ദതയും തടസ്സങ്ങളും, ഈ പറയുന്ന മാനസികമായിട്ടുണ്ടാകുന്ന നെഗറ്റീവ് ഊർജ്ജം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, പ്രാക്കും വിളിയും കുഞ്ഞുങ്ങൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ മാറിക്കിട്ടുന്നതിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ 7 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തന്നു. 7 എണ്ണത്തിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന 2 എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. അതിൻ്റെ ഗുണം ഈ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലാകാത്തതൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.